മെത്രാന്മാർക്ക് 2-3 കാര്യങ്ങൾ ഉറപ്പാണെന്നാണ് പറയുന്നത്. ഒന്ന്, നല്ല സ്വീകരണം കിട്ടും എല്ലായിടത്തും. പിന്നെ നല്ല ഭക്ഷണം കിട്ടും കേട്ടോ. പക്ഷെ അത് ഈ ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യമെല്ലാം പോയി കഴിയുമ്പോഴേ നമ്മളെ മെത്രാനാക്കത്തുള്ളൂ. അതാണ് പ്രശ്നം. ഞാനാണെങ്കിൽ മെത്രാനായതിൻ്റെ പിറ്റേന്ന് ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ഷുഗറും പിടിച്ചു. വല്ല കാര്യമുണ്ട്. ചെല്ലുന്നിടത്തെല്ലാം ഇഷ്ടം പോലെ ഭക്ഷണമൊക്കെ തരും, പക്ഷെ ഒന്നും കഴിക്കാം വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ ഒഴിവാക്കുകയാണ്. കാരണം രക്ഷയില്ല. പിന്നെ മൂന്നാമതായിട്ട് ഏറ്റവും നന്നായിട്ട് കിട്ടുന്നത് മെത്രാന്മാർക്ക് ഉറപ്പുള്ളത് നല്ല ഒരു ശവസംസ്കാരമാണ് കേട്ടോ. മൃതസംസ്കാരം ഗംഭീരമായിട്ട് ഉള്ള മൂത്തുക്കട എല്ലാം എടുത്ത് നമ്മൾ ആഘോഷമായിട്ട് നടത്തും. എന്നാലും ഈ മെത്രാന്മാർക്ക് അങ്ങനെ സാമൂഹികമായിട്ടൊക്കെ നോക്കുമ്പോൾ നല്ല പദവിയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയാലും മെത്രാന്മാരുടെ ആന്തരിക ജീവിതത്തിൽ വലിയ കഷ്ടപ്പാടുകളുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കും, ഒരു സാധാരണ കുടുംബനാഥന് സ്വർഗത്തിൽ പോകുന്നതാണോ എളുപ്പം, ഒരു മെത്രാന് സ്വർഗത്തിൽ പോകുന്നതാണോ എളുപ്പം? എൻ്റെ വിചാരം നിങ്ങൾ കുടുംബക്കാരൊക്കെയാണ് ആദ്യം സ്വർഗത്തിൽ പോകുന്നത് കേട്ടോ. നിങ്ങളൊക്കെ സ്വർഗത്തിൽ ഇരിക്കുമ്പം നിങ്ങളുടെ ആർച്ച് ബിഷപ്പ് എങ്ങാനും നരകത്തിൽ കിടക്കുന്ന കണ്ടാലേ ഒന്ന് കർത്താവിനോട് പറയണം, പാവമാണ്, ഞങ്ങളെ പ്രതിയൊക്കെയാണ് പുള്ളി കിടക്കുന്നത് എന്ന് വെച്ചാൽ മെത്രാൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ മെത്രാന്റെ ദൗത്യം നന്നായിട്ട് നിർവഹിക്കണം. മെത്രാന്റെ ദൗത്യം എന്താണ്? തന്നെ ഏൽപ്പിച്ച എല്ലാ ആത്മാക്കളെയും രക്ഷിക്കുക എന്നുള്ളതാണ്. വല്ലതും നടപ്പുള്ള കാര്യം വല്ലതും ആണോ? 4 ലക്ഷം ആൾക്കാരുണ്ട് നമ്മുടെ അതിരൂപതയിൽ. ഈ 4 ലക്ഷത്തിന്റെ ആത്മാക്കളെ രക്ഷിച്ചില്ലെങ്കിൽ കർത്താവ് എന്നോട് ചോദിക്കുമെന്നാണ് എൻ്റെ ഒരു ചിന്ത. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പോകാം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കുമെന്നറിയത്തില്ല. ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്ത് എങ്കിലും ഇടണമേ എന്നാണ്. എന്ന് വെച്ചാൽ മെത്രാന്മാർ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടവരാണ്, കൂടുതൽ പുണ്യം ചെയ്യേണ്ടവരാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ നിങ്ങളുടെ വഴികളിൽ പതറാതിരിക്കുവാനും നിങ്ങൾ ഈ ലോകത്തിൽ ജയിച്ചു നിൽക്കാനും നിരന്തരം പ്രാർത്ഥിക്കുന്നവരും ത്യാഗം ചെയ്യുന്നവരും ഒക്കെയാണ് നിങ്ങളുടെ പിതാക്കന്മാർ. അതുകൊണ്ട് പിതാക്കന്മാർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മളെല്ലാവരും ഒരു ആത്മീയ കൂട്ടായ്മയിലാണെന്നുള്ളൊരു ചിന്തയോടെ കൂടുതൽ ജീവിക്കാനും സ്നേഹിക്കാനും എല്ലാം നമുക്ക് സാധിക്കണം.